വി.എസ്. അച്യുതാനന്ദൻ ഒരു കാലഘട്ടത്തിന്റെ പ്രതിരൂപമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വി.എസിന്റെ ജീവിതയാത്ര അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ അതിജീവനത്തിന്റെ ചരിത്രമാണെന്നും പിണറായി ഫേസ്ബുക്കിൽ കുറിച്ചു. എ.കെ.ജി. സെന്ററിൽ നടന്ന വി.എസ്. അനുസ്മരണ പരിപാടിയിൽ ടി.പി. രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. ആലപ്പുഴയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ വി.എസിന്റെ പത്നി വസുമതിയും എം.വി. ഗോവിന്ദൻ അടക്കം CPIM നേതാക്കളും പങ്കെടുത്തു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, സംസ്ഥാനത്ത് എല്ലായിടത്തും തന്നെ വലിയ തോതിലുള്ള പരിപാടികളാണ് CPM ഇന്നേ ദിവസം തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവിൻ്റെ സ്മരണയിലാണ് അവരെല്ലാവരും. ആ ഓർമ്മ പുതുക്കലാണ് ഇന്ന് മുഴുവനായും. ഇന്ന് എന്തൊക്കെയായിരുന്നു ആലപ്പുഴ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന പരിപാടിയിൽ? ഇന്ന് വി.എസിൻ്റെ പത്നി അവിടെ വികാരാധീനയാകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കാനുള്ളത്? വിവരങ്ങൾ. ശ്യാമലി, ഏതായാലും ഇപ്പോൾ രാവിലത്തെ അനുസ്മരണ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിലാണ് ഇപ്പോൾ ഈ ഒരു അനുസ്മരണ ചടങ്ങുകൾ, വി.എസ്. അനുസ്മരണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. രാവിലെ ഗോവിന്ദൻ മാഷ്, സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് MD ഈ ഒരു സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വി.എസ്. അച്യുതാനന്ദൻ്റെ ഓർമ്മയിൽ ഇന്ന് നാട്. വി.എസ്. അച്യുതാനന്ദൻ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിരൂപം എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. വി.എസിൻ്റെ ജീവിതയാത്ര അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ അതിജീവനത്തിൻ്റെ ചരിത്രമാണെന്നും ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. മാത്രവുമല്ല, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വലിയ പരിപാടികൾ തന്നെയാണ് ഇന്ന് CPIM സംഘടിപ്പിച്ചിരിക്കുന്നത്. അമലാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത്. അമൽ, പറയൂ. ശ്യാമലി, രാവിലെ 8 മണിയോടുകൂടി തന്നെ വലിയ ചുടുകാട്ടിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. അല്പസമയം മുൻപ് പൊതുസമ്മേളനം തുടങ്ങി, ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ തോമസ് ഐസക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള CS സുജാതയും KN ബാലഗോപാലും അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുനിൽ P. ഇളയിടത്തിന്റെ പ്രഭാഷണവും ഈ ഒരു വേദിയിൽ തന്നെ നടക്കും. ഈ ഒരു സമ്മേളനത്തിന് ശേഷമായിട്ടാണ് നടക്കുക. വൈകിട്ടാണ് പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ഉണ്ടാവുക. ഈ പൊതുസമ്മേളനത്തിനകം വി.എസിന്റെ കുടുംബത്തിൽ നിന്നുള്ളവരെല്ലാം വേദിയിലേക്ക് എത്തുകയും വി.എസ്. അനുസ്മരണത്തിൽ പങ്കാളികളാവുകയും ചെയ്തത്. രാവിലെ തന്നെ വി.എസിന്റെ വേലിക്കകത്ത് വീട്ടിൽ വി.എസിന്റെ ഒരു പ്രതിമ അദ്ദേഹം ഇരുന്ന പൂമുഖത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. മുൻപ് അദ്ദേഹത്തിന്റെ ചിത്രം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ചരിത്രത്തിലാദ്യമായിട്ടാണ് വലിയ ചുടുകാട്ടിൽ ഇപ്പോൾ വി.എസിന് വേണ്ടിയിട്ട് ഒരു സ്മൃതി കുടീരം ഉയർന്നിരിക്കുന്നത്. വിവാദങ്ങളുടെ എല്ലാം ലാഞ്ചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും വിവാദങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെ വി.എസ്. എന്ന മനുഷ്യനോടുള്ള ഒരു നാടിന്റെ ഒന്നാകെ സ്നേഹമായിരുന്നു ഇന്ന് രാവിലെ മുതൽ വലിയ ചുടുകാട്ടിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ട്. ആ ഒരു മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് വി.എസിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെയും സാധാരണക്കാരായ മനുഷ്യർ ഇവിടെ എത്തിയിരുന്നു. ആലപ്പുഴയിലേത് മാത്രമല്ല, കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും അടക്കം വി.എസിനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന, ആത്മബന്ധമുണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരും ഇവിടേക്ക് എത്തി. രാവിലെ തന്നെ നമ്മളോട് പലരും കണ്ണൂരിൽ നിന്ന് ഇന്നലെ പുലർച്ചെ ഇവിടെ എത്തിയതാണ് എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു സമ്മേളനം നടക്കുമ്പോൾ 5 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള വലിയ മാർച്ചും ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഏതായാലും വി.എസ്. ദിനത്തെ ഒരു പാർട്ടിയുടെ വീണ്ടും ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി പാർട്ടി നിൽക്കുന്നതിന്റെ ഒരു സൂചനയായി മാറ്റുക എന്നത് കൂടിയാണ് പാർട്ടിയുടെ ലക്ഷ്യം. പ്രത്യേകിച്ചും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാൻ വേണ്ടി അതിനെ സജ്ജരാക്കുകയാണ് പാർട്ടി കേഡർമാരെ എന്നൊരു ഉദ്ദേശവും ഈ വി.എസ്. ദിനത്തെ ഇത്ര സമുചിതമായി ആചരിക്കുന്നതിന് പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഏതായാലും പുന്നപ്ര വയലാർ സമരം ശ്യാമലി.